ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു വേദയ്ക്കൊരു കുഞ്ഞുണ്ടായി. കമ്മീഷണർ തരുണിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാണ് വേദ തൻ്റെ കുഞ്ഞിനെ സേഫാക്കുന്ന ശ്രീകാന്തിൻ്റെ ഗുണ്ടകളിൽ നിന്നും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് തരുണും കുഞ്ഞും ഒക്കെ ആയിട്ട്. അപ്പോൾ തരുണിൻ്റെ അമ്മയാണെങ്കിൽ തരുണിനോട് പറയുന്നുണ്ട്, നമുക്ക് വേദയെ കൂടെ കൊണ്ടുപോകാം, വേദയുടെ കുഞ്ഞുമില്ല, അപ്പം അതിന് വേറെ ആരുമില്ല, നമ്മുടെ കുഞ്ഞിന് ഒരമ്മ ആവശ്യമാണ്, അപ്പം നമുക്കൊരു 6 മാസത്തേക്ക് നമുക്ക് വേദയെ കൊണ്ടുപോകാം എന്ന് പറയും. അങ്ങനെ ആദ്യം തരുൺ സമ്മതിക്കത്തില്ല, പിന്നീട് സമ്മതിപ്പിക്കും തരുണിൻ്റെ അമ്മ. അങ്ങനെ തരുൺ പറയും, എന്നാൽ ഒരു 6 മാസത്തേക്ക് നമുക്ക് വേദയെ കൂടെ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ തരുണിൻ്റെ വീട്ടിലേക്ക് വേദയും കൂടെ കൊണ്ടുപോവുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണെങ്കിൽ തരുണ എപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് നടക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ എപ്പോഴും, മറ്റൊന്നുമില്ല, കുഞ്ഞെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, എപ്പോഴും കുഞ്ഞിൻ്റെ പിറകെയാണ്. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ അധികം സമയം കിട്ടുന്നതേ ഇല്ല. വേദ പാല് കൊടുത്തിട്ട് അവിടോട്ട് കിടത്തുമ്പോൾ തന്നെ തരുണ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ തരുണിൻ്റെ റൂമിലൊരു തൊട്ടിലൊക്കെ കിട്ടും, എന്നിട്ട് ആ തൊട്ടിലിൽ കൊണ്ടുപോയി ഇട്ട് ഉറക്കും. പാട്ട് പാടിക്കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തരുണാണെങ്കിൽ ജോലിക്കേ പോകുന്നില്ല. കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തരുണും അമ്മയും കുഞ്ഞും വേദയുമായി പോകുമ്പം ഹോസ്പിറ്റലിൽ വെച്ച് ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ വീണ്ടും വേദയെ കാണുകയും അങ്ങനെ അവിടെ വെച്ച് വേദയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പം തരുണ് വന്ന് അവരെ പിടികൂടും. അങ്ങനെ അവർ ജയിലിലാകും. ഹോസ്പിറ്റലിൽ വെച്ച് ഈ ആക്രമണം നടക്കുമ്പം തരുണിൻ്റെ അമ്മ തരുണിനോട് ചോദിക്കും, മാളിൽ വെച്ച് ആക്രമിച്ചതിൻ്റെ ബാലൻസ് ആണോ ഇത്, അവർ തന്നെയാണോ, അവരുടെ ആൾക്കാരാണോ? അപ്പോൾ പറയാം, അല്ല, അന്ന് അവരെല്ലാവരും ഇപ്പോൾ ജയിലില്ല, ഇത് എന്നെയും കുഞ്ഞിനെയും ഉന്നം വെച്ച് വന്നവരല്ല, ഇത് വേദയെ ഉന്നം വെച്ച് വന്നവരാ. ഞാൻ ഫസ്റ്റ് വേദയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു വേദയ്ക്ക് എന്തോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ടെൻഷനിലായതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് വേദയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനൊരു അബദ്ധം വരാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് പറയും, ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ എന്താ കാരണമെന്നുള്ളതെല്ലാം എന്നോട് പറയണമെന്ന് പറയും. അങ്ങനെ തരുണ് പറയും, അധികം നാളിനി വേദയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് തരുണ് പറയുമ്പം തരുണിൻ്റെ അമ്മ പറയും, ഇവിടെ ആ കുഞ്ഞ് വേദ എവിടെ പോകും, നമ്മുടെ കുഞ്ഞിന് കുറേ നാളത്തേക്ക് കൂടെ വേദ ആവശ്യമുണ്ടല്ലോ, ഒരു അമ്മയുടെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നീട് കുഞ്ഞിനെ കൂടുതലും സമയം തരുണാണ് നോക്കുന്നത്. വേദയ്ക്ക് അടുത്ത് കുറച്ച് സമയങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തെല്ലാം വേദയ്ക്ക് സങ്കടമാവുക. അപ്പം തരുണിൻ്റെ അമ്മ വന്ന് ആശ്വസിപ്പിക്കും, മോൾ കുറേ കൂടെ വെയിറ്റ് ചെയ്യുക, ഇപ്പോഴേ പറയണ്ട, അവനെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പോഴാണെങ്കിൽ വേദയ്ക്കാണെങ്കിൽ സങ്കടമാണ്. കുറച്ച് സമയം കുഞ്ഞിൻ്റെ അരികെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടത്തേ ഇല്ല. അപ്പോഴത്തേക്ക് തരുൺ എടുത്തുകൊണ്ട് പോവുക കുഞ്ഞിനെ. അപ്പോൾ അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തരുണ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ അങ്ങ് റൂമിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ്. അങ്ങനെ വേദയാണെങ്കിൽ ചെന്ന് ഇപ്പം തന്നെ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ റൂമിൽ ചെന്ന് പറയാൻ വേണ്ടി റൂമിൻ്റെ വാതിലിൽ ചെല്ലുമ്പം കുഞ്ഞിനോട് പാട്ടൊക്കെ പാടിയും കഥയൊക്കെ പറഞ്ഞു കൊടുത്തും കുഞ്ഞങ്ങ് ഉറങ്ങും. അപ്പോൾ വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, മോൾ എത്ര വലുതായാലും മോളെ കുഞ്ഞിക്കാലം എൻ്റെ നെഞ്ചത്ത് ഞാൻ പതിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അന്നേരമാണ് വേദ കാണുന്നത് അവൻ്റെ നെഞ്ചത്ത് ആ കുഞ്ഞിക്കാല് പതിപ്പിച്ചേക്കുന്നത്. അപ്പം മോൾ എത്ര വലുതായാലും മോളുടെ കുഞ്ഞിക്കാല് എൻ്റെ നെഞ്ചത്ത് പതിപ്പിച്ചിട്ടുണ്ടെന്ന് തരുൺ കുഞ്ഞിനോട് പറയുക. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദ ഞെട്ടുക. അപ്പോൾ അത്ര ഇതായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അപ്പം തൻ്റെ കുഞ്ഞിൻ്റെ കാലുകൾ തരുണിൻ്റെ നെഞ്ചത്ത് പതിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്ന വേദ ഒന്നും സംസാരിക്കാതെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം ആ ഡോറങ്ങ് തുറക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് തരുൺ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കും. അപ്പം തരുൺ ചോദിക്കുക, എന്താ? അന്നേരം പറയും, ഒന്നുമില്ല, ഞാൻ കുഞ്ഞിനെ എടുക്കാൻ വന്നായിരുന്നു. അന്നേരം പറയില്ല, കുഞ്ഞിവിടെ കിടന്നുറങ്ങി. കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കുമെന്നാണ് പറയുന്നത്. 10ാം ക്ലാസ് വരെ നാട്ടിലാണ് പഠിച്ചത്. അന്ന് 7ാം ക്ലാസ്സിലാണെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്ന മാഷ് കഥയിലൂടെയും കവിതയിലൂടെയായിരുന്നു മാത്സ് പഠിപ്പിക്കുന്നത്. മാഷിൻ്റെ ക്ലാസ്സിൽ ഒരു വർഷം എനിക്ക് ഇരിക്കാൻ പറ്റി. ആ മാഷിൻ്റെ പേരാ സുധാകരൻ മാഷ് എന്നാണ് ആ മാഷിൻ്റെ പേര്. ഇപ്പം ആ മാഷ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് 7ാം ക്ലാസ് കഴിഞ്ഞപ്പം CBSEയിലാണ് പഠിച്ചത്.
അത് കേൾക്കുമ്പം വേദയ്ക്ക് മനസ്സിലാകും വിക്രത്തിൻ്റെ അച്ഛനാണല്ലോ സുധാകരൻ മാഷ് എന്നുള്ളത്. അപ്പം വേദയൊന്നും പറയത്തില്ല. വേദയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ വേണ്ടി റൂമിൽ ചെന്നതായിരുന്നു. പിന്നെ പെട്ടെന്നെങ്കിൽ തിരിച്ചു പോരും. തരുണിൻ്റെ അമ്മയാണെങ്കിൽ വേദയുടെ റൂമിൽ വന്നിട്ട് ചോദിക്കും, മോള് പറഞ്ഞില്ലേ? അന്നേരം പറയില്ല, ഞാൻ പറഞ്ഞില്ല. കുഞ്ഞിൻ്റെ കാലുകൾ നെഞ്ചിൽ പതിപ്പിച്ചേക്കുന്നതൊക്കെ ഞാൻ കണ്ടമ്മേ, ഞാൻ എങ്ങനെ പറയും? അപ്പം ചോദിക്കും. അന്നേരം തരുണിൻ്റെ അമ്മ പറയും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും മോളെ, കുറേ കൂടെ കഴിയട്ടെ എന്ന് പറയും. പിന്നീട് കുഞ്ഞിൻ്റെ 28 കെട്ടൊക്കെ ആകും. പേരിടിയിൽ ചടങ്ങ് നടക്കും. അതും തരുണാണ് തീരുമാനിച്ച് ഗൗരി എന്നാണ് പേരിടുന്നത്. അങ്ങനെ പേരിടിയിൽ കഴിഞ്ഞ് വലിയ ഫങ്ഷനായിട്ട് തന്നെ നടത്തും. ഫ്രണ്ട്സിനെയും ബന്ധുക്കാരെയും എല്ലാം വിളിച്ച് വലിയ ഫങ്ഷനായിട്ട് നടത്തി കഴിഞ്ഞ് പിന്നീട് തരുണും കൂടുതൽ സമയം തരുണാണെങ്കിൽ ഡ്യൂട്ടിക്കൊന്നും പോകാതെ തന്നെ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും അങ്ങനെ ഇരുന്നപ്പം തരുണിൻ്റെ അമ്മ പറഞ്ഞു, നീ ഇനി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നീ ഇനി ജോലിക്ക് പോയി തുടങ്ങണ്ടേ? ഇനി ജോലിക്ക് പോയെന്ന് പറയും. അങ്ങനെ പിന്നീട് ജോലിക്ക് പോയി തുടങ്ങും തരുൺ. അത് കഴിഞ്ഞിട്ട് തരുണിൻ്റെ അമ്മയാണെങ്കിൽ വേദയെ മുകളിലത്തെ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് പറയും, മോളെ ഇത് തരുണിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് വിനിയോഗിച്ചത് തരുണാണ്. മോക്കും ഇത് ഉപകാരം ചെയ്യും. അപ്പോൾ ചോദിക്കും, മോളെ ഈ ലോകത്തുള്ള എന്തറിവും ഇവിടെ കിട്ടും. എല്ലാ നല്ല പുസ്തകങ്ങളും പിന്നെ തരുൺ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് മോള് ഈ വരുന്ന UPSC എഴുതണമെന്ന് പറയും. UPSC എഴുതി കഴിഞ്ഞ് മോളുടെ മുന്നിലുള്ള മോളുടെ ശത്രുക്കളെ നേരിടാൻ പവർ വേണം മോൾക്ക്, അധികാരം ഉണ്ടായിരിക്കണം. എങ്കിലേ മോൾക്ക് മോളുടെ ശത്രുക്കളെ നേരിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ വേദ UPSC എഴുതാൻ തയ്യാറെടുക്കുക. അപ്പോൾ നാട്ടിലാണെങ്കിൽ ശ്രീകാന്ത് സാബു പോലീസിനോട് പറയുക, ഡൽഹിയിൽ ഞാൻ അവന്മാരെ വിളിച്ചിട്ട് അവന്മാർ ഫോൺ എടുക്കുന്നേ ഇല്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവന്മാർക്ക് വേറെ ഏതെങ്കിലും കൊട്ടേഷൻ കിട്ടി അവന്മാർ ഇട്ടിട്ട് പോയാന്ന് അറിയത്തില്ല. എന്നാൽ എന്തെങ്കിലും അവന്മാരൊന്ന് പറയണ്ടേ, ഒരു ന്യൂസും അറിയാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഡൗട്ടുണ്ട് അവിടെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരം സാബു പോലീസ് പറയും, അതൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കും. അത് സാറിന് ഈ ടെൻഷനുള്ളതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നതാ എന്ന് പറയും. അന്നേരം പറയും, അവന്മാരെ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല എന്ന് പറയും. ഫോൺ കിട്ടുന്നതുമില്ല. അഥവാ ഇടയ്ക്ക് ഫോൺ കിട്ടുവാണെങ്കിൽ ബെല്ലടിക്കുന്നുണ്ട്, എടുത്തിട്ട് ആരും സംസാരിക്കുന്നുമില്ല എന്ന് പറയും. അന്നേരം പറയും, അവന്മാർക്ക് ഇതിലും വലിയ എന്തെങ്കിലും കിട്ടിക്കാണും, അപ്പോൾ അവന്മാർ അതിൻ്റെ പിറകെയാ എന്നൊക്കെ പറയും. അത് അപ്പോൾ തരുണാണെങ്കിൽ അന്ന് അവന്മാരെ ഹോസ്പിറ്റലിൽ വെച്ച് അവന്മാരെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്മാരെ ശ്രീകാന്തിന് ഇപ്പോൾ കിട്ടാത്തത് തന്നെ. പിന്നീട് വിക്രമാണെങ്കിൽ ജയിലർ ആൻഡ്രൂ സാറ് പറയുക, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കൂടെ നേടാം. നിനക്ക് മുടങ്ങിപ്പോയ ആ പഠിത്തം നീ വീണ്ടും തുടരണം. നിനക്ക് ഞാൻ ലൈബ്രറിയുടെ ചാർജ് തരാം. നിനക്ക് അവിടെ ഇരുന്ന് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ വിക്രം മുടങ്ങിപ്പോയ പഠനം തുടരുകയാണ്. അങ്ങ് ഡൽഹിയിലാണെങ്കിൽ വേദ UPSC എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ ബാലൻസുമായി മറ്റൊരു വീഡിയോ വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.